ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഞങ്ങളിന്നൊരു ഡിഫറെൻറ്റ് ലൊക്കേഷനിലാണ്. എൻ്റെ കൂടെ എൻ്റെ ഇളയ മോനുണ്ട്. ഇത് അനിയൻ്റെ മോളാണ് ശ്രേയ. അപ്പോൾ ഇവിടെ ഞങ്ങൾ എവിടെയാണെന്ന് അറിയുന്നതിന് മുമ്പ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് നമുക്ക് മടങ്ങി വരാം. ഇത്തവണത്തെ ക്രിസ്മസ് ഞങ്ങൾ കുടുംബമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അമ്മയുടെ അടുത്ത് അവിടെയാണ് ആഘോഷം. സോ വലിയ ആഘോഷമൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിൽ. സോ അവിടെ ഞങ്ങൾ ഒരു പ്രത്യേക വിഭവമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ പോയിട്ട് വീട്ടിൽ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തി. ഇതാണ് ഞങ്ങളുടെ നാട്, കണ്ടോ? ഒരു ഗ്രാമപ്രദേശമാണ്. ഒരു 40 കിലോമീറ്റർ ഇപ്പോൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മക്കൾ ഇറങ്ങി. അമ്മ ഞങ്ങളെയും കാത്തതാ നിൽപ്പുണ്ട്, കണ്ടോ? ഇതാണ് വീട്. ഇവിടെയാണ് അമ്മ താമസിക്കുന്ന ബ്രദറിൻ്റെ കൂടെയാണ് അമ്മ നിൽപ്പുണ്ട്, കണ്ടോ? കൊച്ചുമക്കളെയും കാത്ത് നിൽക്കുകയാണ് അമ്മ. ഒരു ഹായ് പറഞ്ഞോടാ രണ്ടുപേരും. സോ ഇപ്പോൾ ലൊക്കേഷൻ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഞങ്ങളുള്ളത് അനിയൻ്റെ വീട്ടിലാണ്. ഇവിടെയാണ് അമ്മയുള്ളത്. സോ ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു കുട്ടിപ്പട്ടാളമുണ്ട്. ചേട്ടൻ, ചേച്ചി, അനിയൻ, ഇവിടെയൊക്കെ മക്കൾ. സോ അവരുടെയൊക്കെ ഒരു ഡിമാൻഡാണ് എന്നെക്കൊണ്ട് ബ്രോസ്റ്റഡ് ചിക്കൻ, അല്ലെങ്കിൽ KFC സ്റ്റൈലിൽ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുക എന്നുള്ളത്. എല്ലാവരും ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് നമ്മുടെ KFC ചിക്കൻ എന്ന്. എങ്ങനെയുണ്ട് അച്ചു? എങ്ങനെയുണ്ട്? അടിപൊളി. വീട്ടിലുണ്ടാക്കിയെന്ന് പറയില്ല, എന്ന് പുറത്തുണ്ടാക്കിയെന്ന് പറയുള്ളൂ അല്ലേ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അപ്പൊ താങ്ക് യു എല്ലാവർക്കും. ഇപ്പൊ ഞാനുള്ളത് അനിയന്റെ വീട്ടിലാണ്. ഇവിടെ വെച്ച് ഞങ്ങളത് മാരിനേറ്റ് ചെയ്യും. മാരിനേറ്റ് ചെയ്തതിന് ശേഷം വൈകുന്നേരം ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ബാക്കി പ്രിപ്പറേഷൻസ്. അങ്ങനെ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടൊരു ഓൾറൗണ്ട് ചിക്കൻ പ്രിപ്പറേഷനാണ്. എല്ലാവരും അവസാനം വരെയും കാണുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് KFC സ്റ്റൈലിൽ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ, KFC സ്റ്റൈലിൽ ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ബ്രോസ്റ്റഡ് ചിക്കൻ കണ്ടിട്ടുണ്ടാവും. ദേ കണ്ടോ, ചിക്കൻ ഒരു 5 കിലോയോളം ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളായിട്ട് ഇതിൻ്റെ ലിവറും കൊഴുപ്പും എല്ലാം കളഞ്ഞിട്ട് വളരെ വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. വളരെ വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്, കണ്ടോ? ഏകദേശം ഒരു കോഴിയെ ഏകദേശം 10 പീസ് കിട്ടത്തക്ക രീതിയിലാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. വലിയ കഷ്ണങ്ങളാണ്. നമുക്കിതിനൊന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വിഭവങ്ങൾ നോക്കാം. ഓക്കെ, ആദ്യം ഇത് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ടോ, ഒരു 1/2 ലിറ്റർ തൈര് വെച്ചിട്ടുണ്ട്. ആ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു 5 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ നല്ല നിറം ഉണ്ടാവും, വലിയ എരിവുണ്ടാവില്ല. അതിനുശേഷം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു 2 വലിയ നാരങ്ങ ഇത് കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ തൈരും നാരങ്ങയും നമ്മൾ ചേർക്കുമ്പോൾ ഈ ചിക്കൻ അതിൽ കിടന്ന് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. നമുക്കറിയാം KFC ചിക്കൻ നമ്മൾ കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല ജ്യൂസി ആയിരിക്കും കഴിക്കാൻ. അതിനാണ് നമ്മൾ തൈരും നാരങ്ങ നീരും ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ ആവശ്യമായിട്ട്. അതിനുശേഷം കൈ കൊണ്ട് ഇതിന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മാരിനേറ്റ് കൊടുക്കുക. ചിക്കനും തൈരും ലൈം ജ്യൂസും ഒക്കെ കൂടെ നല്ല മിക്സ് ആവട്ടെ. ഇവിടെ ആളുകൾ എണ്ണം കൂടുതലാണ്, അതുകൊണ്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. അതനുസരിച്ച് വിഭവങ്ങൾ കുറച്ചെടുത്താൽ മതി. ഇതെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ അവർക്ക് ഇങ്ങോട്ട് എത്തുമായിരിക്കും, എല്ലാവരെയും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു 5 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക. സോ ഫ്രിഡ്ജിലാണെങ്കിൽ ഫ്രിഡ്ജിൽ, പുറത്താണെങ്കിൽ പുറത്ത്. നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ 4 മണിക്കൂറായാലും മതി, കുഴപ്പമില്ല. എത്രത്തോളം വയ്ക്കുന്നോ അത്രത്തോളം ഇത് ടേസ്റ്റി ആയിട്ട് കിട്ടും. സോ നമുക്കിത് വച്ചതിന് ശേഷം വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ. ഞങ്ങളുടെ വീടാണ് ഈ കാണുന്നത്. ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇതെല്ലാവരും റെഡിയായിട്ട് നിൽപ്പുണ്ട്, കണ്ടോ?
ഇനി ബാക്കി ചിക്കൻ്റെ പരിപാടികളൊക്കെ അവിടെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇതാ ഞങ്ങളുടെ നാട്, തനിയൊരു നാട്ടും പ്രദേശമാണ്. കണ്ടോ, എല്ലാവരും ലൈറ്റൊക്കെ ആയിട്ട് വീടൊക്കെ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തിരിക്കുവാൻ ഇവിടുന്ന് റോഡ് സൈഡിൽ കണ്ടോ, രണ്ട് വശത്തും നക്ഷത്രങ്ങളായിട്ട് ഭംഗിയായിട്ട്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മുടെ സിറ്റിയിലൊക്കെ ക്രിസ്മസ് ഇങ്ങനത്തെ ആഘോഷങ്ങൾ എപ്പോഴും നാട്ടും പുറത്താണ് ഇവർ ഭംഗിയായിട്ട് ആഘോഷിക്കുക. എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 200 മീറ്റർ ഉള്ളൂ, 250 മീറ്റർ തൊട്ടടുത്ത് തന്നെയാണ് ചേച്ചിയുടെ വീട്. ഇത് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തി. ഇതാണ് ചേച്ചിയുടെ വീട്. അവിടെയും സ്റ്റാറും ലൈറ്റും ഒക്കെ ആയിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ KFC ചിക്കൻ്റെ ബാക്കി ഭാഗം നമ്മൾ ചെയ്യുന്നത് ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും. നമുക്ക് അവിടെ കാണാം. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ KFC ചിക്കൻ്റെ ബാക്കി ഭാഗത്തേക്ക് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് അനിയൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ വന്ന് ചില വീട്ടിൻ്റെ മേളിലൊരു തട്ടിക്കൂട്ട് സെറ്റപ്പൊക്കെ ഉണ്ടാക്കി ഞങ്ങളിവിടെ ചിക്കൻ ഉണ്ടാക്കേണ്ട പരിപാടിയിലാണ്. നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഉണ്ട്. ഇനി അതിനാവശ്യമായ മിക്സ്, നമുക്കിതിനാദ്യം ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കണം ഇതിന് മുക്കിയെടുക്കാൻ വേണ്ടി. അതാദ്യം നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ റോഡ് സൈഡിലാണ്, കുറേ ശബ്ദം ഉണ്ടാവും, ബസ്സൊക്കെ പോകുന്നതിന്. ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും ക്രിസ്മസ് ആഘോഷം അടിപൊളിക്കാണ്. ക്രിസ്മസിൻ്റെ തലേന്നാണിത്. ഞങ്ങൾ വീടും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫ്രണ്ട് സൈഡിലായിപ്പോയി. അപ്പോൾ നമുക്ക് ആദ്യം മിക്സ് ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കിലോ മൈദ മാവ് ഞാൻ ഇടുക. നമ്മൾ ചിക്കൻ ഇപ്പോൾ ഒരുപാടുണ്ട്, ഒരു 5 കിലോയോളം ഉണ്ട്. ഞാൻ പറഞ്ഞു 1/2 കിലോ മൈദാമാവ്. അതിൻ്റെ കൂടെ മൈദാമാവിൻ്റെ പകുതിയാണ് നമ്മൾ കോൺഫ്ലോർ ചേർക്കുക. ഒരു 250 ഗ്രാം, 1/4 കിലോ ആണ് കോൺഫ്ലോർ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 200 ഗ്രാം കണക്കാക്കിയിട്ട് ഞാൻ ഓട്സ് കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഓട്സ് ഇട്ടാൽ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. ക്രിസ്പാവാൻ വേണ്ടി ഓട്സ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത്രയും മതി. ഒരു 200 ഗ്രാം കണക്കാക്കിയിട്ടാൽ മതി. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി, നമ്മൾ നേരത്തെ ഈ മാരിനേറ്റ് ചെയ്തപ്പോഴും അതിൽ മുളക് പൊടി വെച്ചിട്ടുണ്ട്. കുറച്ച് മുളക്, ഒരു ടീസ്പൂൺ കണക്കാക്കി. നമ്മൾ മലയാളികൾക്ക് വളരെ അത്യാവശ്യമാണ്, എന്തൊക്കെ എരിവ് കുറച്ച് നമുക്ക് കൂടിയേ തീരൂ എന്നുള്ള അവസ്ഥ. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, കുറച്ച് നിറം കിട്ടും. കുറച്ച് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ഇനി ഒരു 1 ടീസ്പൂൺ ഗരം മസാല ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. അതും 1 ടീസ്പൂൺ തന്നെ മതിയാവും. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കാം. സോ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് കൂടാതെ ഇനി വേണ്ടത് കുറച്ച് മുട്ടയും കൂടിയാണ്. ഒരു 8 മുട്ട ഞാനിവിടെ ഇതാ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മിക്സ് ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടെന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആവുകയാണ്. ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്, ചൂടായിരിപ്പുണ്ട്. ഇതിലേക്ക് ഇനി എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കണേ, വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക. ഒരു 3 ലിറ്റർ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ. ഇത് ശരിക്കും നന്നായിട്ട് മുങ്ങി കിടക്കണം. അതുകൊണ്ട് ഒരു നല്ല രീതിയിൽ നമ്മൾ എണ്ണ ആദ്യം തന്നെ ഒഴിക്കേണ്ടി വരും. ഇത്രയും മതിയാവും. കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. സോ ഈ എണ്ണ ഒന്ന് തിളച്ച് തരട്ടെ. അപ്പം ഞാൻ കാണിക്കാം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ആദ്യം ചെയ്യേണ്ടത്, ഇതിൽ ഒരു പീസ് ഞാൻ ആദ്യം ഡ്രം സ്റ്റിക്ക് തന്നെ ചെയ്യാൻ പോവുകയാണ്. ഒരു പീസ് എടുത്തിട്ട് ഇതിലൊന്ന് ഒരു ഫെസ് കോട്ടിങ് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. കേട്ടോ, മൊത്തം ഒന്ന് കോട്ടായിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ ഒരു എഗ്ഗിലേക്കൊന്ന് മുക്കാം. എഗ്ഗിൽ ഇളകി പോകുന്നില്ല, പേടിക്കേണ്ട, അങ്ങനെ തന്നെ ഇരുന്നുള്ളൂ അത്. അതിനുശേഷം വീണ്ടും ഇതിലേക്ക് തന്നെ നമ്മളുണ്ടാക്കിയ മിക്സിലേക്കൊന്ന് നന്നായിട്ട് മുക്കിയെടുക്കാം. എണ്ണ തിളയ്ക്കുമ്പോഴത്തേക്ക് ഒരു 3-4 നമുക്കിങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം. നന്നായിട്ട് മുക്കിയെടുക്കുക, എല്ലാ ഭാഗവും ആവട്ടെ. എന്ന് മാറ്റി വയ്ക്കാൻ പോവാണ്. ഇതുപോലെ 1-2 നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഫസ്റ്റ് എല്ലാം ഡ്രം സ്റ്റിക്ക് തന്നെ ചെയ്യാം അല്ലേ. അപ്പോൾ ഒരു 5 എണ്ണം ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് അപ്പോൾ ഉണ്ടാക്കി അപ്പോൾ തന്നെ ഇടുക, ഒത്തിരി സമയം ഉണ്ടാക്കി വെക്കാണ്ടിരിക്കുക. ഒരു 5 പീസ് നമുക്ക് ആദ്യം, എണ്ണ ഇപ്പോൾ തിളച്ചിട്ടുണ്ട്, നമുക്ക് അതിലേക്കൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റെങ്കിലും വേവണം. കാരണം ഇത്രയും വലിയ പീസ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത്രയും സമയം ഒത്തിരി നമ്മൾ ഫ്ലെയിം ഇപ്പോൾ കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത്, പുറം മാത്രം കരിയും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്തോന്നൊരു ഫീലിംഗ് കിട്ടും. മാക്സിമം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഒരു ഗോൾഡൻ യെല്ലോ ആകുന്ന വരെ നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ,
അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട്. കണ്ടോ, ഒരു നല്ല ടെക്സ്ചറാണ്. അപ്പോൾ ഇത് കുറേ പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഞാൻ വളരെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മാത്രമേ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ, കാരണം അത്രയും വലിയ പീസ. അപ്പോഴത്തേക്ക് അമ്മ കൂടെ വന്ന് എൻ്റെ കൂടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അമ്മയെ നിങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങളൊരു 3 വീഡിയോ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം കാണാൻ അമ്മ വീണ്ടും വന്നിട്ടുണ്ട്. ഒന്ന് കണ്ടേ, ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോൾ ഇത് അമ്മയുടെ റെസിപ്പി അല്ല കേട്ടോ, എൻ്റെ തന്നെയാണ്. അമ്മയുടെ ഇലയുടെയും അതൊക്കെ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുക. ടർക്കി റോസ്റ്റ് ഉണ്ട്, ഇലയുടെ ഉണ്ട്, പിന്നെ അച്ചപ്പം ഉണ്ട്. എല്ലാവരും കാണുക. അത് ഇത് ഒന്നും കൂടെ മൂത്ത് വരട്ടെ, വീണ്ടും വരാം. ഇതേ കണ്ടോ, ശരിക്കും ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ചിക്കൻ റെഡിയായി വരികയാണ്. കണ്ടോ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വരികയാണ്. കുറച്ചും കൂടി വേണമെങ്കിൽ ഇടാം, ഞാൻ ഞെരുങ്ങണ്ട വെച്ചിട്ട് കുറച്ചായിട്ടിരിക്കുന്നത്. ഇനി ഈ സമയത്ത് നമ്മളൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ അത്രയും എണ്ണ കുടിക്കില്ല. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ ചെയ്തുകൊണ്ടിരിക്കണേ. ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഈ ഹൈ ഫ്ലെയിമിൽ ഒരല്പസമയം കിടന്നു കഴിയുമ്പോൾ നമുക്കിത് എടുക്കാനാവും. കണ്ടോ, അതിൻ്റെ ടെക്സ്ചറൊക്കെ കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ. സോ ഇത് ശ്രേയാണ്, രാവിലെ നേരത്തെ ഞാൻ പരിചയപ്പെടുത്തി. അനിയൻ്റെ മോളാണ്, ഇവളാണ് എന്നെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കോട്ടിങ്ങിനും മിക്സിങ്ങിനും ഒക്കെ ആയിട്ട്. ഒരു ഹായ് പറഞ്ഞടി. അപ്പോൾ ഞാൻ ഫസ്റ്റ് സെറ്റ് എടുക്കാൻ പോവുകയാണ്. ഉൾവശമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടാവും, ഞാൻ കാണിച്ചു തരാം. കാരണം ഒരു 10-15 മിനിറ്റ് ഇപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞു. എടുക്കാം. കുട്ടിപ്പട്ടാളം കുറേ പേരുണ്ട് കഴിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നവർ. അപ്പോൾ ഇപ്പോൾ ഒന്നട് കൊടുത്താൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ ഹോട്ട് പോട്ടിലേക്ക് മാറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൊടുക്കാനുള്ള പരിപാടിയാണ്. അടിപൊളിയായിട്ടുണ്ട്, കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്, അധികം പറയണ്ടല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രേയക്കുട്ടി അടുത്ത സെറ്റ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇടാൻ പോവുക അടുത്ത സെറ്റ്. ഇപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞൊന്ന് കുറച്ച് കൊടുക്കാം. ഇതും അതുപോലെ മൂത്ത് വരട്ടെ, അപ്പോൾ അടുത്ത സെറ്റ് ഇടാം നമുക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത സെറ്റും റെഡി ആയിട്ടുണ്ട്. ഇതേ ഞാൻ ഹൈ ഫ്ലെയിമിലാക്കിയിട്ടിരിക്കുകയാണ്. ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. കണ്ടോ എത്ര ഭംഗിയായിട്ട് വന്നിരിക്കണം നോക്കിയേ. അപ്പോൾ അതും ഓക്കെ ആയി. ഇനി നമുക്ക് അടുത്ത സെറ്റിലേക്ക് കിടക്കാം. ഇങ്ങനെ മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഇനി എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം കുട്ടിപ്പട്ടാളവുമായിട്ട് നമുക്ക് ടേസ്റ്റിംഗ് സെഷനിലേക്ക് കാണാം. അപ്പോൾ നമ്മുടെ KFC ചിക്കൻ ഇത് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, കിടിലനായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്ലസ് മയോനൈസ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. മയോനൈസ് നിന്നിരുന്നുണ്ട്. റെസിപ്പി ഞാൻ വേറൊരു ദിവസം കാണിക്കാം. കൂടെ ടൊമാറ്റോ കെച്ചപ്പം. അപ്പോൾ ഇനി നമ്മുടെ കുട്ടിപ്പട്ടാളമാണെന്ന് ടേസ്റ്റ് ചെയ്യുക. നമുക്ക് ടേസ്റ്റിംഗ് സെഷനിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ KFC ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ കുട്ടിപ്പട്ടാളം റെഡിയാണ്. കുടുംബത്തിലെ എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ. ഇത് നിരത്തി വെച്ചിട്ടുണ്ട്. കണ്ടോ, എല്ലാവർക്കും വിളമ്പി വെച്ചിട്ടുണ്ട്. പ്ലസ് മയനൈസ് ഉണ്ട്, കെച്ചപ്പ് ഉണ്ട്, പെപ്സി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഓരോന്നെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ എടുത്തുതരാം. പെപ്സി ഇത് മയനൈസ് വേണമെങ്കിൽ ഒന്ന് എടുക്കുക. വാ ഇങ്ങോട്ട് എടുക്ക്. പിന്നെ അങ്ങോട്ട് കൊണ്ടുവരണോ? വന്നേ ശോശ, അമ്മു, അച്ചു, ഷിൻഡോ കഴിച്ചു നോക്കി പെട്ടെന്ന് പറഞ്ഞേ. ദാ ഇനി എടുക്കാം. ഇതേ മൈനൈസ് ഉണ്ട്, മൈനൈസ് എടുത്തോ. ഞാൻ കുടിക്കട്ടെ, ദാഹിക്കണം. എല്ലാവരും പെട്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. അത് വെയിറ്റ് ചെയ്യുന്നു റിസൾട്ട് അറിയാൻ. ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് നമ്മുടെ KFC ചിക്കൻ എന്ന്. എങ്ങനെയുണ്ട് അച്ചു? എങ്ങനെയുണ്ട്? വീട്ടിലുണ്ടാക്കിയെന്ന് പറയില്ല എന്ന്, പുറത്തുണ്ടാക്കിയെന്ന് പറയുള്ളൂ അല്ലേ? എങ്ങനെയുണ്ട്? അപ്പോൾ താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഞാൻ എപ്പോഴും പറയും എന്ന് കരുതി വിശ്വസിക്കാതിരിക്കേണ്ട, ദൈവം ഒക്കെ പറഞ്ഞിരിക്കുകയാണ്, വിശ്വസിക്കുക. അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.